നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ എസ് ഡിയുടെ ചേഞ്ചർ, നമ്മുടെ എസ് ഡിയുടെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന ചേഞ്ചർ ഉണ്ടല്ലോ, നമ്മുടെ എസ് ഡിയുടെ ഗിയർ ചേഞ്ചർ നമ്മൾ അതിന് റിബേറ്റ് ചെയ്യുന്ന വർക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളൊരു ചേഞ്ചർ നമ്മൾ പീസാക്കിയിട്ടുണ്ട്. പീസാക്കിയ ചേഞ്ചറിൻ്റെ അവസ്ഥ കണ്ടിട്ടില്ലാത്തവർക്കാണ്. അപ്പോൾ ഇതിൻ്റെ പ്ലേ ഉണ്ടെങ്കിൽ നമ്മുടെ ഗിയർ ഷിഫ്റ്റിങ് കറക്റ്റ് ആകത്തില്ല. നല്ല പ്ലേ ആണെങ്കിൽ നമ്മൾ ഗിയർ ഇടുമ്പോൾ കയറി ഇങ്ങനെ ഉടക്കി പിടിക്കുന്ന ഒരു സംഭവം ഉണ്ട്. അത് നമ്മുടെ ചേഞ്ചറിൻ്റെ പ്ലേ കൊണ്ടാണ്. അപ്പോൾ ചേഞ്ചർ കറക്റ്റ് ആണെങ്കിൽ നമ്മുടെ ഗിയർ ഷിഫ്റ്റിങ് അങ്ങനെ സ്മൂത്തായിട്ട് നടക്കും. അപ്പോൾ നമ്മുടെ ഒരു എസ് ഡിയുടെ ഗിയർ ചേഞ്ചർ നമ്മൾ പീസാക്കിയിട്ടുണ്ട്. അതിനകത്തെ കാര്യങ്ങൾ എന്താണെന്ന് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതും കാണിക്കാം. അതേപോലെ നമ്മളത് റിബേറ്റ് ചെയ്യുന്നൊരു വീഡിയോ ഉണ്ട്, അതാണ് ഇതാണ് നമ്മുടെ ഗിയർ ചേഞ്ചർ നമ്മൾ പീസ് ചെയ്തത്. കണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ അതിൻ്റെ റിബേറ്റ്. ഈ റിബേറ്റിനകത്ത് പ്ലേ വരുമ്പോഴാണ് നമ്മുടെ ഇങ്ങനൊരു ഷേക്ക് വരും നമ്മുടെ ഗിയർ ചേഞ്ചറിന്. അപ്പോൾ ഇതിൻ്റെ പ്ലേ മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ ഗിയർ സ്മൂത്തായിട്ട് വീഴും, ഉടക്ക് വരത്തില്ല. അപ്പോൾ നമ്മൾ പീസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് പീസ് ചെയ്താൽ ഇതിൻ്റെ അവസ്ഥ. ഇതിനകത്ത് ഒരു സ്റ്റഡിയുണ്ട്, ഒരു ഇത് സ്റ്റഡിക്ക് വേണ്ടി നമ്മളൊരു സ്പ്രിങ്ങും ബോൾ വന്നേക്കുന്നത്. നമ്മളിത് പീസ് ചെയ്യുമ്പോൾ ഈ സ്റ്റഡി ബോളൊക്കെ ഊരിയിട്ട് ഇതിനകത്ത് സ്റ്റക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ക്ലീൻ ചെയ്തിടണം. സ്പ്രിങ്ങിന് ടെൻഷൻ ഇല്ലെങ്കിൽ സ്പ്രിങ് ചേഞ്ച് ചെയ്യണം. അതേപോലെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഈ റിബേറ്റാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. ഇത് ഉണ്ടാക്കി നമ്മൾ ഇതിനൊരു ക്ലിയറൻസ് ഒക്കെ ഉണ്ട്, അതിൻ്റെ രീതിയിൽ സെറ്റ് ചെയ്താൽ പക്കയായിരിക്കും. നമ്മൾ ചെയ്ത ചേഞ്ചറാണ്. അപ്പോൾ ചേഞ്ചറിൻ്റെ വർക്കിംഗ് നിങ്ങളെന്ന് കാണിച്ചു തരാം. നല്ല സ്മൂത്തായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമ്മളിപ്പോൾ റിബേറ്റ് ചെയ്തതാണ്. ആ റിബേറ്റിൻ്റെ ഫിനിഷിംഗ് കൂടെ നോക്കിയേ. അങ്ങനെ നമ്മുടെ ഗിയർ ചേഞ്ചർ പുഷ് ചെയ്തതിന് ശേഷമുള്ള വർക്കിംഗ് ഒക്കെ കാണണോ? നല്ല സ്മൂത്തായിട്ട് കയ്യിൽ ഗിയർ വീഴുന്ന കാണാൻ നിൽക്കുമ്പോൾ. അപ്പം നമ്മുടെ ഗിയർ ചേഞ്ചറിൻ്റെ വർക്ക് കഴിഞ്ഞ് നമ്മൾ ഗിയർ ഇടുന്ന കണ്ടില്ലേ? അപ്പോൾ നമ്മൾ ഗിയർ ചേഞ്ചറിൻ്റെ പുഷ് ചെയ്ത് ആ പ്ലേ ഇല്ലാതെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല സ്മൂത്തായിട്ട് ഗിയർ വീഴും, നമുക്കൊരു ലാഗും വരത്തില്ല. അപ്പോൾ നല്ല കൈ കൊണ്ട് നല്ല സ്മൂത്തായിട്ട് ഗിയർ വീഴുന്നുണ്ട്. ഇതിനെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗിയർ ഷിഫ്റ്റിങ് നല്ല വൃത്തിയായിട്ട് നടക്കും.